പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകാരുണ്യവാനുമായ സ്വർഗീയ പിതാവേ, മനോഹരമായിട്ടുള്ള സന്ധ്യാവേളയ്ക്ക് വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. 9ാമത്തെ ദിവസം ഇന്ന് നോമ്പാരാധനയായിട്ട് കർത്താവ് ഈ ആലയത്തിൽ കടന്നു വരുവാനും അത് ഞങ്ങൾക്ക് പ്രകാരം കൂട്ടായ്മ അനുഭവിപ്പാനും തക്കവണ്ണം കർത്താവെ അങ്ങ് സഹായിച്ചു. നിന്നോട് സ്തുതിക്കുന്ന കർത്താവെ, ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമേ കഴിഞ്ഞ വേഗം തന്നെ കടന്നു വന്ന് കൂടുതൽ ദൈവകൃപ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമേ. ഓരോ ദിവസവും ഒരു പുതുക്കത്തിൻ്റെ അനുഭവം ദൈവമേ അടിയങ്ങൾക്ക് കർത്താവെ തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ ദിവസവും ചെല്ലുന്തോറും അടിയങ്ങൾ ഉറപ്പും ധൈര്യവും ഉള്ളവരായി തീരുവാൻ തക്കണം കർത്താവെ സഹായിക്കണമേ. ഇന്ന് ദൈവമേ ഓരോ പ്രോഗ്രാം ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കും. വചന ശുശ്രൂഷ ചെയ്യുന്ന ദാസനെ ഓർക്കുന്നു, വേഗം തന്നെ കടന്നു വരുവാൻ തക്കണം കർത്താവെ സഹായിക്കണമേ. ഇന്നത്തെ ഈ പാടുന്ന പാട്ടുകളും വായിക്കുന്നതും എല്ലാം ദൈവത്തിന് സ്തുതിബലിയായി തീരുവാൻ തക്കണം കർത്താവെ സഹായിക്കണമേ. ആരാധന ആശീർവദിക്കണമേ. അങ്ങനെ നാഥനെല്ലാം നടത്തണം, മുഖത്തോടെ നടക്കണം. പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരുടെ യാത്ര അനുഗ്രഹിക്കണമേ. അവർ കൃത്യമായിട്ട് ദൈവമേ നാളെ യാത്രയിൽ കൂടെ മടങ്ങിയെത്തി വീണ്ടും തൻ്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കണം കർത്താവെ സഹായിക്കണമേ. യാത്രയെ കൂടി വഴി നടത്തണം, മുഖത്തോടെ നടക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. കർത്താവിൻ്റെ സ്തുതിക്കും മഹത്വത്തിനായിട്ട് 18ാമത്തെ പാട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് എന്ന് പറയാം. 18ാമത്തെ പാട്ട് കരുണാകരണം പരമേശ്വരണം കനിവിഷകരനെ തിരുകൃപശരണം എന്നുള്ള പാട്ട് എല്ലാവർക്കും എഴുന്നേറ്റ് പാടും. കരുണാകരനാം പരനേ ശരണം കനിവിഷഹരനേ തിരുകൃപ ശരണം കാതരുൾഗ ശരണം ത്രിയേക കരളലിഞ്ഞിടണമേ കൃപാൽ അരുണോദയമാരുൾ പടിവേ ശരണം അൽഫാവേ ശരണം അരുൾ വരദാ ശരണം ത്രിയേക ആശിഷമരുളണമേ കൃപാലോ അധിപതി വേദ നാഥ ശരണം ആദികൾ തീർക്കുക താതാ ശരണം അതിഗുണനേ ശരണം ത്രിയേക ആമയം നീക്കണമേ കൃപാലോ ശരണം 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 നാഥ തിരുവരുൾ ചൊരികൈ തരുണം താതാ വരണം കൃപ തരണം ത്രിയേക ദുരിതമകറ്റണമേ കൃപാലോ നിത്യാസുരവര ദേവാ ശരണം സ്തുത്യ ഈശോ മിശിഹ ശരണം സത്യാത്മാ ശരണം ത്രിയേക പഥ്യാവരമരുൾക കൃപാലോ. നിൽക്കുമ്പോൾ തന്നെ സങ്കീർത്തനങ്ങൾ വാക്യപ്രതിവാക്യം വായിക്കും. സങ്കീർത്തനങ്ങൾ 141 വാക്യപ്രതി വാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 141. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ അടുക്കിലേക്ക് വേഗം വരണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകൾ മഴത്തുന്നത് സന്ധ്യായാഗമായി തീരട്ടെ. യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ ദുഷ്പ്രവർത്തിയിൽ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുതേ. അവരുടെ സ്വാദുഭോജനം ഞാൻ കഴിക്കുകയും വരുതേ. നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ. എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ.
ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേയുള്ളൂ. അവരുടെ ന്യായാധിപന്മാരെ പാറമേൽ നിന്നും തള്ളിയിടും. എൻ്റെ വാക്കുകൾ ഇമ്പമായുള്ളവയാൽ അവർ അവ കേൾക്കും. നിലം ഉഴുതു മറിച്ചിട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ അസ്ഥികൾ പാതാളത്തിന്റെ വാതിൽക്കൽ ചിതറിക്കിടക്കുന്നു. കർത്താവായ യഹോവേ, എൻ്റെ കണ്ണ് നിന്നിലേക്കാകുന്നു. ഞാൻ നിന്നെ ശരണമാക്കുന്നു. എൻ്റെ പ്രാണനെ തൂക്കിക്കളയരുതേ. അവർ എനിക്ക് വെച്ചിരിക്കുന്ന കെണിയിലും ദുഷ്പ്രവൃത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ വണ്ണം എന്നെ കാക്കണമേ. ഞാൻ ഒഴിഞ്ഞു പോകുമ്പോഴേക്കും ദുഷ്ട സ്വന്തം വലയിൽ അകപ്പെടട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യങ്ങളിൽ പ്രകാരം തന്നെ ആമേൻ. എല്ലാവരും ഇരിക്കാം. ഈ സമയത്ത് ലേഖനഭാഗം വായിക്കും. ദൈവത്തിൻ്റെ അത് പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വായിക്കുവാനായി നൽകിയിരിക്കുന്ന ലേഖന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. ദൈവമേ, തിരുവചന വേദഭാഗങ്ങളാൽ നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്ക് പ്രൊഫസർ പ്രിൻസ്. നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കിൻമനാമം. ആമേൻ. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കിൻമനാമം. എല്ലാ നാമത്തേലും മേലായ നാമം ഭക്തർ ജന വാഴ്ത്തുന്നാമം. എല്ലാ നാമത്തേലും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തുന്നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ആമേൻ. ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കിൻമനാമം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അപ്പാ, മനോഹരമായ ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് ആലയത്തിൽ കടന്നു വന്ന് അല്പസമയം നൊയമ്പാരാധനയുടെ ഭാഗമായി ഞങ്ങൾക്ക് പങ്കെടുക്കുവാൻ തക്കവണ്ണം നൽകിയിരിക്കുന്ന വിലയേറിയ സമയത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ആളാം പ്രതി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, ദൈവമേ, യുവാക്കളുണ്ട്, യുവജനങ്ങളുണ്ട്, വാർദ്ധക്യത്തിലുള്ളവരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ശാരീരികമായ ക്ഷീണങ്ങളും ബലഹീനമുള്ളവരും ഉണ്ട്. കർത്താവെ, ദൈവമേ, അല്പസമയം ആലയത്തിൽ വന്നിരിക്കുന്നത് ദൈവമേ ജീവിതത്തിലേറ്റവും അനുഗ്രഹകരമായ സമയങ്ങളാണല്ലോ അപ്പാ.
ദാവീദ് രാജാവ് പറയുന്നല്ലോ, ആലയത്തിൽ കഴിക്കുന്ന ഒരു നിമിഷം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്ന്. അപ്രകാരം ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് മറ്റൊരു സ്ഥലത്തുമല്ല, അങ്ങയുടെ ആലയത്തിലാണ് കർത്താവേ. അങ്ങിവിടെ വാസം ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. അങ്ങയുടെ കണ്ണും അങ്ങയുടെ ചെവിയും ഞങ്ങൾക്കായി തുറന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നപ്പ. അങ്ങ് ഞങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ദൈവമാണല്ലപ്പ, ഞങ്ങളെ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ദൈവമാണല്ലപ്പ. ഈ സന്ധികളും ഓരോരുത്തരുടെയും പ്രാർത്ഥന അങ്ങ് ചെവിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പല ആവശ്യങ്ങളോടുകൂടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നപ്പ. സഭയിലെ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛന്മാരായിരിക്കുന്ന സ്ഥലത്ത് അവിടെയും കൃപയിൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. മറ്റ് ദൈവമേ എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ബാലാരിഷ്ടകൾ ഉണ്ടാകാതെ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്നു. അവരുടെ പലർക്കും പരീക്ഷകൾ നടക്കുന്ന കാലയളവാണല്ലപ്പ. ഇന്നും പരീക്ഷ ഉണ്ടായിരുന്നു, ഇനി നാളെയും പരീക്ഷകളുള്ള കുഞ്ഞുങ്ങളുണ്ട്. ദൈവമേ അവർക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൈതങ്ങൾ പഠിക്കുന്നത് ഓർമ്മ നിൽപ്പാനുള്ള ഓർമ്മശക്തി പരിശുദ്ധാത്മാവെ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ചോദ്യങ്ങൾ അവർ പഠിച്ചിരിക്കുന്നത് കർത്താവെ അവർക്ക് കിട്ടുമ്പോൾ തെറ്റുകൂടാതെ എഴുതുവാൻ കൈക്ക് വേഗതയും ബുദ്ധിക്ക് കൂർമ്മതയും നൽകി ഓരോ കുഞ്ഞുങ്ങളെയും സഹായിക്കണമപ്പ. ദൈവമേ പഠിക്കാൻ കഴിവ് കുറഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്, അവരെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. അവർക്കും കർത്താവെ പരീക്ഷകൾ നല്ലവണ്ണം എഴുതുവാൻ അവരെയും സഹായിക്കണമപ്പ. അവരും എങ്ങനെയെങ്കിലും ദൈവമേ പാസ്സാകണം, അതിനുള്ള മാർക്കുകൾ കിട്ടുവാൻ തക്കവണ്ണം അതിനുള്ള കഴിവ് ദൈവമേ അങ്ങ് കൊടുത്ത് അവരും പാസ്സായി പോയിട്ടപ്പ. അല്ലെങ്കിൽ തോറ്റ് കിടക്കുകയാണെങ്കിൽ അവർ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കുടുംബങ്ങളായി പൈതങ്ങളായി തീരരുതേ. ദൈവമേ കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ മറ്റ് ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, കുടുംബജീവിതത്തിലായിരിക്കുന്നവരുണ്ട്. കുടുംബജീവിതത്തിൽ ഇനിയും കർത്താവെ കേസും വഴക്കുമായി ഡൈവേഴ്സിൻ്റെ മറ്റുമായിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവർക്കും അനുഗ്രഹകരമായ കുടുംബ ബന്ധങ്ങൾ നൽകണമപ്പ. ദൈവമേ വഴക്കുകളും മക്കാണ് ഇതെല്ലാം മാറിപ്പോകട്ടപ്പ. ദൈവകൃപ പകരണമപ്പ. കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും നൽകി കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ നോയമ്പിൻ്റെ ദിവസങ്ങൾ ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനും കർത്താവെ ഏതിലെങ്കിലും ഞങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവമേ കണ്ണീരോടെ പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ച് മുന്നേറുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങൾക്ക് പല മുന്നറിയിപ്പുകൾ തന്നിട്ടുണ്ടല്ലപ്പ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് അങ്ങ് ഞങ്ങൾക്ക് മുന്നറിയിപ്പുകൾ തന്ന്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കർത്താവെ അച്ചാരം കൊടുത്തിരിക്കുന്നത്. ഞങ്ങളെ നിത്യരാജ്യത്തിന് അവകാശിയായി തീരുവാൻ അച്ചാരം നൽകി ദൈവമേ ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചല്ലപ്പ. അതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. അതുപോലെ ഞങ്ങൾ കർത്താവെ ദൈവപുത്രൻ്റെ യേശുക്രിസ്തുവെ അങ്ങയുടെ നേരെ എന്തെങ്കിലും അങ്ങ് വഴികൾ പറഞ്ഞാൽ അതങ്ങ് ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കയില്ല. അതിൽ ഈ ലോകത്തിലും പരലോകത്തിലും ക്ഷമിക്കയില്ല എന്ന് മുന്നറിയിപ്പുകൾ പലതും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് കർത്താവെ. ഇത് ഞങ്ങൾ മറന്നു പോകാതെ ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും എപ്രകാരമായിരിക്കുന്നു എന്ന് ഓർക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ കർത്താവെ അറിഞ്ഞും അറിയായ്മയിലും വന്നുപോയത് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പുതുക്കം പ്രാപിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കല്ലായ ഹൃദയം മാറ്റി ഞാൻ നിങ്ങൾക്കൊരു മാംസളമായ ഹൃദയം തരാമെന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങളുടെ കല്ലായ ഹൃദയങ്ങളെ കർത്താവെ കഠിനപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളെ മാറ്റി ദൈവമേ മാംസളമായ ഹൃദയം നൽകി ഹൃദയ ശസ്ത്രക്രിയ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ കർത്താവെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് രൂപാന്തരത്തിൻ്റെ ദിവസങ്ങളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളും കർത്താവെ ഞങ്ങൾ കൈവിടാതെ ദൈവമേ അതിൽ ആശ്രയിച്ച് മുന്നേറുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ മകനെയും ഞങ്ങളുടെ കരങ്ങൾ തരുന്നു. പരിശുദ്ധാത്മാവെ ഉള്ളം കയ്യിലെടുത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ അത് 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങൾ വെറുതെ ചെവി കൊണ്ട് കേട്ട് മറ്റ് ചെവിയിൽ കൂടെ അങ്ങ് കളഞ്ഞിട്ട് പോകുവാൻ അല്ല കർത്താവെ. അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ തുളച്ചു ചെല്ലുന്നതായി സന്ധി ബജ്ജകളെയും തിളയ്ക്കുന്നതായിട്ടുള്ള ഇരുവായ്ത്തലയുള്ള വചനമാണല്ലപ്പ, വാളാണല്ലപ്പ അങ്ങയുടെ വചനം. അത് ഞങ്ങൾ വെറുതെ കേട്ട് കളയാനല്ല കർത്താവെ. ഹല്ലേലൂയ. ശ്രദ്ധയോട് കേട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവമാക്കുവാൻ ഓരോരുത്തരെയും
സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചൂടിൻ്റെ കാലാവസ്ഥയാണ് ദൈവമേ, തണുപ്പ് മഴ ഞങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാം നൽകി കാക്കണമേ. ഒരു വിധത്തിൽ അനർത്ഥങ്ങളും ദുരന്തങ്ങളും ഒന്നും ഉണ്ടാകാതെ കാക്കണം. വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിലും വാഹനങ്ങൾ ഓടുമ്പോൾ ദൈവം സുരക്ഷമായി വാഹനങ്ങൾ വാഹനങ്ങൾ ഓടിക്കുന്നവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രകളിലും മറ്റും ആയിരിക്കുന്നവരെയും കൂട്ടി വരുത്തുകയും ദൈവകൃപ ഞങ്ങൾ അനുഭവിച്ച് വന്നത് നന്നായി എന്ന് പറയുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, കൃപയിൽ വഹിക്കണം, കൂടെ ഇരിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരയണമേ, തിരു ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ സകല ദോഷങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്ന് എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ, ആമേൻ. ഈ സമയത്ത് സ്തോത്ര കാഴ്ചയെടുക്കും. വേറൊരു പാട്ട് പാടും. 225 പാട്ട്. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇഹത്തിലുണ്ടോ പറവാൻ. സ്തോത്ര കാണിക്കാൻ പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകാരുണ്യവാനായ സ്വർഗീയ പിതാവേ, മനോഹരമായിട്ടുള്ള സന്ധ്യാവേളയ്ക്ക് വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ സ്തോത്ര കാഴ്ച വാഴ്ച അനുഗ്രഹിച്ച് തരണം കർത്താവെ. പ്രിയപ്പെട്ട മക്കളെ എല്ലാം ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കണമേ. എന്ത് ദേശത്തോടെ തന്നിരിക്കുന്നു കർത്താവ് ദേശം പൂർത്തിയാക്കാൻ തക്കവണ്ണം സഭയിലെ ശുശ്രൂഷക്കായിട്ട് വിനിയോഗിക്കാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമേ. മഹത്തോടെ നടക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് 9 ദിവസം വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സഭയിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷ ഡോക്ടർ സാം നോബിൾ എൻ്റെ ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്വർഗീയ പിതാവാം ദൈവമേ, നല്ല വൈകുന്നേര സമയത്തിനായി സ്തുതിക്കുന്ന അപ്പാ ദൈവമേ, നോമ്പാരാധനയായ ദൈവമേ, ഞങ്ങളുടെ സന്നിധിയിൽ ആയിരിക്കുന്ന കർത്താവേ ദൈവമേ, ഇന്നത്തെ ആരാധനയിലും ഞങ്ങളുടെ സാന്നിധ്യ കൃപ ഞങ്ങളോട് കൂടെ ഇത്രയും നേരം വഴിയെടുത്തിന് നന്ദി പറയുന്നത് ദൈവമേ. അല്പനേരം ഞങ്ങൾ വചനത്തിൽ നിന്ന് സംസാരിക്കുന്ന കർത്താവേ, വചനത്തിൽ നിന്ന് ചിന്തിക്കുന്ന ദൈവമേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ. ആഴമേഴ വചനങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും അപ്പോൾ ഞങ്ങൾക്കത് ജീവിതത്തിൽ പ്രയോജനമായ തീരാൻ തക്കണം ഞങ്ങൾ ഓരോരുത്തർക്കും സഹായമാകാൻ തക്കണം സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയായിട്ട് മടങ്ങണം സ്വർഗീയ പിതാവേ. ആമേൻ. വീണ്ടും വന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ലേഖനവാദമായി വായിച്ച് കേട്ട കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. കുറിവാക്യമായി എടുത്തിരിക്കുന്നത് അതിൻ്റെ 18-ാമത്തെ വാക്യം.
ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാവുന്നു. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്, രണ്ട് തരത്തിലുള്ള വ്യക്തികളെയാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തേതായി നശിച്ചു പോകുന്നവർ, അടുത്തതായി രക്ഷിക്കപ്പെടുന്നവർ. അപ്പോൾ ജനങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാലത്ത് എല്ലാം തന്നെ നമ്മുടെ മനസ്സുകളെയും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെയും നമുക്ക് ഒരു മൊബൈൽ ഫോണായിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, മൊബൈൽ ഫോണിന് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ഏത് സോഫ്റ്റ്വെയറാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുള്ള സോഫ്റ്റ്വെയർ ആണോ, അതോ നമ്മൾ വേറെ തെറ്റായിട്ടുള്ള വചനം അകത്ത് പോയി കഴിഞ്ഞാൽ തന്നെയും നമ്മുടെ ചിന്തകൾ പല രീതിയിൽ നമുക്ക് മാറാം. അത് കഴിഞ്ഞ് മൊബൈലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ പലതരത്തിലുള്ള വൈറസിൻ്റെ അറ്റാക്കും എല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നശിച്ചു പോകുന്നവരാണോ അതോ ആപ്പായിട്ടാണോ എന്നുദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല വചനം നമ്മുടെ നിലത്ത് വീണു, മീൻസ് നമ്മുടെ ഹൃദയത്തിൽ വീണു, നമ്മളതെല്ലാം മനസ്സിലാക്കി, നമ്മൾ ഗ്രഹിച്ചു, ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും അല്ലെങ്കിൽ ചില കാരണങ്ങളാൽ നമ്മൾ അതിൽ നിന്ന് തെറ്റിപ്പോകും. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ പത്രോസിനെയാണ്. നമ്മുടെ അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, ആ വേദഭാഗം വായിച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ദൈവം നമ്മുടെ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണാൻ സാധിക്കുന്നത് ഒരു ശതാധിപനെ പറ്റിയാണ് ആ 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നത്. അതായത് കൊർന്നല്യോസ് എന്ന ശതാധിപൻ. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള ചില വിശേഷണങ്ങളൊക്കെ അവിടെ ഉണ്ട്. പറഞ്ഞിരിക്കുന്നത് ദൈവഭക്തനാണ്, സകല ഗ്രഹത്തിനും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, ധർമ്മം കൊടുക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ് എന്നെല്ലാം പറയുന്നു. അത് കഴിഞ്ഞ് താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ പാരലലായിട്ടൊരു കോൺടെക്സ്റ്റിൽ റൺ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, പത്രോസിനെ വെൺമാടത്തിൽ ഒരു ദർശനം കാണുകയാണ്. ദർശനം കാണുന്നത് എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന് പറയുന്നൊരു ദർശനമാണ്. അപ്പോൾ ആ ദർശനത്തിൽ നിന്ന് താൻ അവസാനം മനസ്സിലാക്കുന്നത്, കർത്താവെ, ഞാൻ അശുദ്ധമോ മലിനവുമായത് യാതൊന്നും തന്നെ ഭക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ 16-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കണം സാധിക്കും. എന്നാൽ ദൈവമാണിത് പറഞ്ഞത്, ദൈവം നൽകിയ ദർശനമാണെന്നെല്ലാം പത്രോസിനെല്ലാം മനസ്സിലായെങ്കിലും താൻ ദൈവത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാത്തുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വചനത്തെ ഒരു പ്രോപ്പറായിട്ടൊരു സോഫ്റ്റ്വെയറായിട്ട് താൻ ഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിൻ്റെ താഴത്തെ ഭാഗത്തിൽ അടുത്ത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. അതിൻ്റെ 17-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, തുടർന്ന് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരികയും തന്നെ ഇങ്ങനെ അങ്ങോട്ട് വചനം പറയാനായിട്ട് വിളിക്കുകയും അവരത് മനസ്സിലാക്കുകയും എല്ലാം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് തനിക്ക് മനസ്സിലായി, ദൈവം അത് ശുദ്ധീകരിച്ച് വിളിച്ചതാണ്, ദൈവം തന്നെയാണ് വിളിച്ചത്. ദൈവത്തെ മനസ്സിലാക്കുന്നവരെ, അല്ലെങ്കിൽ ദൈവമാണ് എല്ലാം നന്മയ്ക്കായി ചേർന്നത്, എല്ലാം നല്ലതാക്കി തീർക്കുന്നത്. മനുഷ്യനായ നമുക്ക് ഒന്നും തന്നെ അത് മലിനമാണെന്നോ അശുദ്ധമാണെന്നോ അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല എന്നുള്ള വേദഭാഗം നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് താൻ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 26-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ, താൻ അവിടെ വീട്ടിൽ പോവുകയും കൊർന്നല്യോസിൻ്റെ വീട്ടിലെത്തി. കൊർന്നല്യോസ് ഇവിടെ കാലിൽ വീണ് സംഭവം പറയുന്നതായിട്ടൊരു കാര്യമുണ്ട്. അപ്പോൾ കാലിൽ വീഴുമ്പോൾ പത്രോസ് പറയുകയാണ്, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞാൽ അതുവരെയും താൻ ചിന്തിച്ചിരുന്നത്, അപ്പോൾ വളരെ ബഹുമാനപ്പെട്ട ഒരു മനുഷ്യനാണ്, ദൈവജനമൊക്കെ പറയുന്നു. അപ്പോൾ ഉറപ്പായിട്ടും തന്നെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ എൻ്റെ മുന്നവൻ ആരെങ്കിലും വന്ന് നമസ്കരിക്കുകയാണെങ്കിലോ കുമ്പിടുകയാണെങ്കിലോ ഞാൻ വിചാരിക്കും, ഓക്കെ, എനിക്കിങ്ങനെ ഒരു ബഹുമാനം കിട്ടിയല്ലോ, എനിക്ക് മാനസികമായിട്ട്, ഞാൻ പുറത്ത് പറഞ്ഞില്ല എങ്കിലും ഞാൻ ഉള്ളിൽ സന്തോഷിക്കുന്ന നമ്മൾ വ്യക്തിത്വങ്ങളായിരിക്കും. എന്നാൽ അദ്ദേഹം പറയുന്നത്, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ മുന്നത്തെ വേദഭാഗത്തിൽ നിന്ന്, അതായത് അതിൻ്റെ 9-ാം വാക്യത്തിൽ തനിക്ക് ആ ദർശനത്തിൽ കാണുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു മാനസിക അവസ്ഥയിൽ അല്ല അതിൻ്റെ 26-ാം വാക്യത്തിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ തനിക്ക് മനസ്സിലുണ്ടായിരുന്ന അല്ലെങ്കിൽ തൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പൂർണ്ണമായി മാനസാന്തരപ്പെട്ട അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു മാറ്റപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അവസാന ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതായത് ഇങ്ങനെ അവിടെ പത്രോസ് വായ് തുറന്ന് പറയുന്ന വേദഭാഗങ്ങളാണ് അതിൻ്റെ 34-ാം വാക്യം മുതൽ കാണാൻ സാധിക്കുന്നത്. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും തുടർന്നുള്ള വചനങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം അതിൻ്റെ ഏറ്റവും അവസാനം എൻ്റെ കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ 45, 44, 45 വാക്യങ്ങൾ കാണാൻ സാധിക്കുന്നത്, അപ്പോൾ വചനം കേട്ട് എല്ലാവരിലും പരിശുദ്ധാത്മാവ് വന്നു,
അവർ അന്യഭാഷകൾ സംസാരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഉറപ്പായിട്ടും തന്നെ പത്രോസിന് ബേസിക്കലി തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു രൂപാന്തരം കാരണം താൻ എൻ്റെ സോഫ്റ്റ്വെയറിലുണ്ടായിരുന്ന ചേഞ്ച്. അപ്പോൾ ഇന്നത്തെ രാത്രി നമ്മൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തയായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഈ 2 വാക്കുകൾ മാത്രമാണ്. ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ എടുക്കുന്നത് ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണോ അതൊരു ആപ്പായിട്ടാണോ? അതിനെ ഞാൻ അല്പം കൂടെ വിശദീകരിച്ച് പറയാം. അതായത് നമ്മുടെ കയ്യിലെല്ലാം മൊബൈൽ ഫോൺ ഉണ്ടാകും. കൊച്ചു പിള്ളേർക്ക് തന്നെ അറിയാം, മൊബൈൽ ഫോണിന് പല പല ആപ്പുകളുണ്ടാകും. ചിലത് നമുക്ക് ഫോട്ടോ എടുക്കാൻ മാത്രമായിരിക്കും, ചിലത് ഫോട്ടോ കാണാനായിരിക്കും, ചിലതല്ലെങ്കിൽ ചില ഡോക്യുമെൻ്റ് വായിക്കാനായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ കാണാനായിരിക്കും. അങ്ങനെ പല തരത്തിലുള്ള ആപ്പാണ്. ഈ ആപ്പുകളെല്ലാം തന്നെ ഒരിക്കലും തന്നെ എല്ലാ ആപ്പുകളും നമ്മൾ ഒരേ സമയം എപ്പോഴും നമ്മൾ ഉപയോഗിക്കത്തില്ല. എന്നാൽ ആ സോഫ്റ്റ്വെയറിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ നല്ലതായിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ ആ മൊബൈൽ ഫോൺ നേരെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതവും ഒരു മൊബൈൽ ഫോണിൻ്റെ ഒരു പ്രോപ്പറായിട്ടൊരു സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, നമ്മുടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു സോഫ്റ്റ്വെയർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നേരെ ചെയ്യാനും ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. അല്ലാതെ ഒരു ആപ്പ് എന്ന നിലയിൽ, ആപ്പാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഞാനൊരു ക്യാമറ ഓൺ ചെയ്യും, ഞാൻ ആപ്പ് എടുക്കും, എന്നിട്ട് അതിന് കഴിഞ്ഞ ശേഷം ഞാൻ ഓഫ് ചെയ്ത് വയ്ക്കും. എൻ്റെ ആവശ്യങ്ങൾ മാത്രം ഞാൻ യൂസ് ചെയ്ത ശേഷം അതിനെ പിന്നെ ദൈവത്തെ തള്ളിപ്പറയുകയും ദൈവത്തെ മാറ്റി വയ്ക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലല്ല ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരായിരിക്കണം. അങ്ങനെയാണ് ഈ 1 കൊരിന്ത്യർ അതിൻ്റെ 1-ാം അധ്യായം എൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്നത്, ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാവുന്നു. ആ കാലത്തിൽ ക്രൂസിൻ്റെ അനുഭവം വായിക്കുമ്പോൾ ക്രൂസ് എന്ന് പറയുന്നത് ഏറ്റവും നിന്ദിക്കപ്പെട്ട രീതിയിലൊരു ശിക്ഷാവിധിയാണ്. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഒരു കൊലക്കുറ്റത്തിന് വേണ്ടി വിധിച്ച് ഒരു കൊലയാളിയായി ഇരിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊലയ്ക്ക് വേണ്ടി വിധിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ ഒരിക്കലും തന്നെ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെയാണെങ്കിൽ ബുദ്ധിപരമായി ചിന്തിക്കുകയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിച്ചു. അപ്പോൾ താനൊരു കുറ്റം ചെയ്തു, അല്ലെങ്കിൽ കുറ്റത്തിൻ്റെ ശിക്ഷ ഫലമായിട്ടാണ് ക്രൂശ് നൽകിയത്. എന്നാൽ അത് ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ തനിക്കൊരു ശിക്ഷ കിട്ടി എന്ന രീതിയിൽ, താൻ കുറ്റം ചെയ്തു എന്ന രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യും. എന്നാൽ ബുദ്ധിയില്ലാത്ത ഫുളിഷായിട്ടുള്ള ആൾക്കാർ, ഇപ്പം ബുദ്ധിയില്ലാത്ത ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്നത് ദൈവം തന്നെയാണ് തൻ്റെ വചനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുകയും ദൈവം തന്നെയാണ് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള മനുഷ്യർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഈ ചില പ്രാസംഗികന്മാർ പ്രസംഗിക്കുന്നതെല്ലാം കേൾക്കുകയുണ്ടായി ഈ അടുത്ത കാലത്ത്. അപ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണ്, ഈ പുതുതായിട്ട് വിശ്വാസത്തിലേക്ക്, അതായത് ഹിന്ദു ആയിരുന്നു അല്ലെങ്കിൽ ഹൈന്ദവരായിരുന്നു, വേറെ മതത്തിലായിരുന്ന ആൾക്കാർ, അവർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരികയും അവർ പറയുന്നത് യേശു വളരെയധികം സംസാരിക്കുന്ന ദൈവമാണ്. അതായത് കർത്താവ് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴായാലും അത് നമ്മൾ സംസാരിക്കുന്ന ദൈവമാണ്. അവർ ഇത്രയും കാലം ആരാധിച്ചതുപോലെ ഊമയായിട്ടുള്ള വിഗ്രഹങ്ങളല്ല എന്ന് പറയുമ്പോൾ, ക്രിസ്ത്യാനിയായിട്ടുള്ള അനേകം വർഷങ്ങൾ പാരമ്പര്യമുള്ള ആൾക്കാർക്ക് തന്നെ ദൈവം എങ്ങനെ സംസാരിക്കുന്നോ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനോ ചിലപ്പോൾ കഴിയാത്തൊരവസ്ഥയിലായിരിക്കും. അപ്പോൾ അവിടെ പറയുന്നത് ഹൃദയനുറുക്കത്തോടെ അവർ മാനസാന്തരപ്പെട്ട് അവർ ദൈവത്തിൻ്റെ വചനം കേട്ട് മനസ്സിലാക്കി അവർ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം എളുപ്പം കേൾക്കാൻ തക്കണം സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ ആശ്രയിക്കണം. രക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് തീരാൻ തക്കവണ്ണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിൽ നമുക്ക് വേണ്ടത് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശോധന ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ കർത്താവിൻ്റെ ക്രൂസിലുള്ള വചനത്തെ ഒരു സോഫ്റ്റ്വെയറായി നമ്മുടെ ജീവിതത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം, അല്ലാതെ ഒരു ആപ്പായിട്ട് മാത്രമല്ല. അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവർക്ക് വെളിച്ചമായിരിക്കാനും മറ്റുള്ളവർക്ക് പ്രകാശമായിരിക്കാനും തക്കവണ്ണം ദൈവം സഹായിക്കും. അതിന് ഈ ചിന്തകളാൽ സർവശക്തനായ ദൈവം നമ്മളെ വരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ വരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകാരുണ്യവാനുമായ സ്വർഗീയ പിതാവേ, മനോഹരമായിട്ടുള്ള സന്ധ്യാവേളയ്ക്ക് വരെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പത്രോസെ എഴുന്നേറ്റ് ആർത്തത്തിനുക എന്നുള്ള ശബ്ദം, കർത്താവെ ദൈവത്തിന് മുഖപക്ഷമല്ല എന്നും ഏത് ജാതിയിൽപ്പെട്ടവരായാലും ദൈവത്തെ ഭയന്ന് നീതി പ്രവർത്തിക്കുന്ന ദൈവം അനുഗ്രഹിക്കുന്നു എന്നും പത്രോസ് അറിഞ്ഞ പ്രകാരം പത്രോസിൻ്റെ കർത്താവ് ദൈവ നിയോഗം ദൈവമേ അടിയങ്ങളുടെ ജീവിതത്തിലും കർത്താവെ അടിയങ്ങൾ മറ്റുള്ളവരെ സ്നേഹിപ്പാനും മാനിപ്പാനും ആദരിപ്പാനും ഉള്ള കൃപ അടിയങ്ങൾക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ
അടിയങ്ങൾ കർത്താവെ കഴിഞ്ഞ 8 ദിവസവും ദൈവമേ അടിയങ്ങൾ വചനങ്ങൾ കേട്ടു. 9-ാം ദിവസവും ദൈവമേ ഇന്ന് അടിയങ്ങൾക്ക് ഇവിടെ വരുവാനും കർത്താവെ ദൈവവചനം കേൾപ്പാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് സഹായിച്ച് കർത്താവെ നന്ദിയോട് ചോദിക്കുന്നു. വചനം കേട്ട് ദൈവമേ അനുഗ്രഹിക്കുക. കർത്താവെ ഈ അസ്ഥികൾ ദൈവമേ ജീവിക്കുമോ എന്ന് കേട്ട പ്രകാരം തന്നെ അടിയങ്ങളെ ജീവിതങ്ങളിൽ വന്ന കുറവുകളെല്ലാം മാറ്റി പുതിയ അനുഭവത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാലം ദൈവമേ അടിയങ്ങൾ ശുശ്രൂഷ കഴിഞ്ഞ് ഈ ആലയത്തിൽ വരുവാനും ദൈവാത്മസമയം ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം സഹായിച്ചു. മടക്കയാത്രയിൽ തൃക്കവസ്ഥാനത്ത് ഉണ്ടാകണമേ. കർത്താവെ അങ്ങ് സന്തോഷത്തോടെ ഭവനത്തിലെത്തുവാനും ദൈവമേ നാളെ ദൈവമേ ആരും ജോലികൾ ചെയ്യുവാനും വൈകുന്നേരം വീണ്ടും ദൈവമേ ആലയത്തിൽ കടന്നു വന്ന് ദൈവകൃപ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമേ. ശുശ്രൂഷകാർത്തരാശ്രയം ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. അത് രാത്രി അനുഗ്രഹിക്കണമേ. അടിയങ്ങളുടെ മടക്കയാത്ര തൃക്കവസ്ഥാനത്തും ഉണ്ടാകണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും എന്നും എന്നേക്കും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.